അങ്ങനെ കർക്കിടകം ഡിന്നറിനുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് അമ്മ ഇവിടെ ഒരുക്കാൻ പോകുന്നത്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറി അതാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞാൽ ചാറിനാ കറി എന്ന് പറയണം. നമ്മൾ പറയണത് തോരൻ. നിങ്ങളൊക്കെ കർക്കിടകം പ്രമാണിച്ച് എന്തൊക്കെ ഡിഷസാണ് ഉണ്ടാക്കണേന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ കളർ കണ്ടപ്പോഴേ എരിവ് കുറവാണോ എന്ന് സംശയിച്ചു. പക്ഷെ ആ പൊടി നാച്ചുറൽ പൊടി ആയതുകൊണ്ട് കളർ ഇല്ലായിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, എരിവുണ്ട്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ കർക്കിടകം സ്പെഷ്യൽ ഡിന്നറിന്റെ അടുത്ത റെസിപ്പി ചുട്ടെടുത്ത പപ്പടം. ശരിക്കും അടുപ്പിൽ കനലിൽ ചുട്ട പോലെയുള്ള ടേസ്റ്റ് കിട്ടൂല്ലെങ്കിലും ഏതാണ്ടൊക്കെ ഒപ്പിക്കാം. അതെ, ഇനി അടുത്തത് വേറൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട്, അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പൊ ദേ നമ്മുടെ ഹൈലൈറ്റ് ഓഫ് ദ ഡേയിൽ ഒന്ന് മെയിൻ സാധനം ചൂടാതാ ഞവരക്കഞ്ഞി. ചൂടായോണ്ട് അങ്ങനെ ഇതാക്കണം. ഇപ്പൊ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ദേ നല്ല പോഷക സമൃദ്ധമായ ഞവരയരി കൊണ്ടുള്ള കഞ്ഞി, പിന്നെ അനദർ പോഷക സമൃദ്ധമായ ചെറുപയർ തോരൻ, കണ്ടോ നല്ല പുഴുക്ക് പോലത്തെ തോരൻ, പിന്നെ കനലിലല്ലെങ്കിലും ഗ്യാസിൽ പ്രത്യേക രീതിയിൽ ചുട്ടെടുത്ത പപ്പടവും തേങ്ങയും ചിരകിയത് അല്ലേ. പിന്നെ അതെ ഏറ്റവും ഹൈലൈറ്റ് ഓഫ് ടുഡേസ് ഡിന്നർ കണ്ടോ, ഇവന് ആരാണെന്നാ മോൻ കിടില സാധന. അതായിരിക്കും നല്ലത്. ഇനി പറഞ്ഞു നിന്നാൽ നമ്മള് അതെ പ്രശ്നം മണ അടിച്ചു തുടങ്ങി. ഉപ്പിട്ടതാ, ഉപ്പ് ഒട്ടും ചേർക്കണ്ട കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ പാട ചൂടാതിരിക്കാൻ ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ചോട്ടെ. കഞ്ഞിവെള്ളത്തോടു കൂടി വേണം ഇത്, ഈ കഞ്ഞി ആയതുകൊണ്ട്. അതുകൊണ്ടാണ്. മറ്റേ കഞ്ഞിയാണെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ ഇതിനൊരു ഇത് വരും, മട്ടിപ്പ് വരും. നല്ല ചൂട് വേണം കേട്ടോ കഞ്ഞിക്ക്. പുറത്ത് നല്ല മഴയും, അപ്പോഴേ വൈബ് സെറ്റ് ആവുള്ളൂ. മതിയോ? അല്ല നല്ല ഇതല്ലേ, അതുകൊണ്ടാ ഞാൻ കഞ്ഞിവെള്ളം കൂടുതൽ ഒഴിച്ചേക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ മെഡിസിനൽ ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഫ്രഷ് ഫ്രം അവർ ഗാർഡനിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഈ കറിവേപ്പില ചമ്മന്തി മാത്രം കഞ്ഞിയുടെ കൂടെ ഇളക്കി കഴിച്ചാലുണ്ടല്ലോ, കഞ്ഞി അറിയാതെ ഒറ്റ ഇരിപ്പിന് കുടിച്ചു തീർക്കൂട്ടോ. അത്രയും ടേസ്റ്റാ. ഞാൻ വിചാരിച്ചേയില്ല കഞ്ഞിയുടെ കൂടെ ഇത്രയും കമ്പൈൻ ചെയ്യുന്നത്. എന്തായാലും കഴിക്കട്ടെ കേട്ടോ. കർക്കിടക മാസം ശരിക്കും ചിങ്ങമാസം പോലെ തന്നെ ഒരു പ്രത്യേകതരം വൈബുള്ളൊരു മാസമാണ് അല്ലേ. പുറത്തെപ്പോഴും നല്ല കോരിച്ചൊരിയുന്ന മഴയും അകത്ത് നല്ല തണുപ്പും, നമ്മൾ വൈകിട്ട് കഴിക്കുന്ന നല്ല ചൂട് ഞവരക്കഞ്ഞിയും കറികളൊക്കെ എന്ത് രസമാണല്ലേ അത്.